പ്ലസ് ടു കൊമേഴ്സ് ഫാമിലി വെൽക്കം ബാക്ക്. അപ്പോൾ ആ ഒരു ഇൻട്രോ മാറ്റേണ്ട സമയമായിട്ടുണ്ട് അല്ലേ? നിങ്ങളെല്ലാവരും പ്ലസ് ടു എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്ലസ് ടു ലൈഫ്, സ്കൂൾ ലൈഫ് അവിടെ അവസാനിക്കുകയാണ് അല്ലേ? അപ്പോൾ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതി എന്നുള്ള റെസ്പോൺസ് ഒക്കെ ഞങ്ങൾ അറിഞ്ഞു, ഒരുപാട് സന്തോഷം. ഇനി നിങ്ങളെല്ലാവരും വെക്കേഷൻ എൻജോയ് ചെയ്യുന്ന സമയമായിരിക്കും അല്ലേ? പക്ഷെ പലപ്പോഴും നിങ്ങളെല്ലാവരും എക്സാം കഴിഞ്ഞ് വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുന്ന സമയത്തും ഇനി മുന്നോട്ട് എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാവരുടെയും മൈൻഡിൽ കിടക്കുന്നുണ്ടാവും അല്ലെ? പല ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാവും, ഇത് ചെയ്യാം അല്ലെ, ഇതാണ് എൻ്റെ മുന്നോട്ടുള്ള വഴി എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഒരു ധാരണയും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഗോ വിത്ത് ഫ്ലോ അല്ലെ, ഫ്ലോയ്ക്ക് അനുസരിച്ച് അങ്ങ് പോട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ഗൈഡൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കഴിവ് എന്താണോ അത് മനസ്സിലാക്കി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊരു സീരീസ് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ആഫ്റ്റർ പ്ലസ് ടു നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ പല ആൾക്കാർക്കും അറിയാത്തതായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് CSET ആണ്. ഓക്കെ, അപ്പോൾ CSET എന്താണെന്ന് അറിയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, പക്ഷെ അതുപോലെ തന്നെ തീരെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ കമ്പനി സെക്രട്ടറീസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് CSET എക്സാമിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. CSETനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് CS-നെ പറ്റി പറയാം അല്ലേ? ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലേ? നമുക്ക് അനവധി പ്രൊഫഷണൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. CA, CMA, ACCA, CS, CMA USA എന്ന് തുടർന്ന് ഇങ്ങനെ നീളുകയാണ് പ്രൊഫഷണൽ കോഴ്സുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ചില ആൾക്കാർക്ക് അക്കൗണ്ടൻസി ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് തിയറി പേപ്പർ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് CS എന്ന് പറയുന്നത്. അപ്പോൾ CAനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CS എന്ന് പറയാനായിട്ട് പറ്റും. അപ്പം ആരാണ് കമ്പനി സെക്രട്ടറി? ഒരു 10 കോടിയിൽ കൂടിയ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള എല്ലാ കമ്പനീസിലും ഒരു കമ്പനി സെക്രട്ടറി അത്യാവശ്യമാണ്. സീനിയർ ആയിട്ടുള്ള, ലീഗലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മാനേജീരിയൽ പ്രൊഫഷണലാണ് ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് നോക്കാം അല്ലേ? അതായത് ഒരു കമ്പനി എല്ലാ രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസസ് എൻഷ്യൂർ ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ കമ്പനിക്ക് ലീഗലി അഡ്വൈസസ് കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള ഒരു ലിങ്കാണ് കമ്പനി സെക്രട്ടറീസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ കമ്പനി സെക്രട്ടറീസ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് CSET എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്താണ് CSET എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? CSETയുടെ ഫുൾ ഫോം വരുന്നത് കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. എൻട്രി ലെവൽ എക്സാം ആണ് ടു ബിക്കം എ കമ്പനി സെക്രട്ടറി. ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ CS-ന്റെ പ്രൊഫഷണൽ ബോഡി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSI ആണ്. ഓക്കെ, അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ലീഗൽ കംപ്ലയൻസസ് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ കമ്പനി മാറ്റേഴ്സ് ഒക്കെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ആർക്കൊക്കെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും? പ്ലസ് ടു ഏത് സ്ട്രീം ആയിക്കോട്ടെ. ഇപ്പം നിങ്ങൾ കൊമേഴ്സുകാരെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം സയൻസിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്കും ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്കും ഒക്കെ ഈ ഒരു എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഇതിൻ്റെ സിലബസ് ആണ്. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് സിലബസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 4 പേപ്പേഴ്സാണ് CSET എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്, എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയൺമെന്റ്, ബിസിനസ് ലോസ് ആൻഡ് മാനേജ്മെന്റ്. ഇതിൽ 3 പേപ്പേഴ്സ് സബ്ജക്റ്റീവ് ആണ്. 3 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ആൻഡ് ബിസിനസ് ലോസ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ OMR ബേസ്ഡ് ആണ്. 2 മണിക്കൂറാണ് ഈ ഒരു എക്സാം വരുന്നത്. ഓക്കെ,
ആൻഡ് മോഡ് ഓഫ് എക്സാമിനേഷൻ സെൻട്രൽ ബേസ്ഡ് മോഡ് 3 times a year ആണ് വരുന്നത്. ഫെബ്രുവരി, ജൂൺ ആൻഡ് ഒക്ടോബർ സെഷൻസ് ആണ് വരുന്നത്. ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ദ മന്ത് ഓഫ് ഫെബ്രുവരി, ജൂൺ ആൻഡ് ഒക്ടോബർ ആണ് ഈ ഒരു എക്സാം നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽസിന് മാത്രമേ നമുക്ക് CSET എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പഠിക്കുന്നത്. ബിസിനസ് എൻവയൺമെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആൻഡ് എക്കണോമിക്സ് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബിസിനസ് ലോസ് ആൻഡ് മാനേജ്മെന്റിൽ ഒരുപാട് പോർഷൻസ് ആണ് +2 നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ് വേർഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് എന്താണ് ആഫ്റ്റർ CSET, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കരിയർ പാത്ത് വരുന്നത്? CSET നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാമും അതുപോലെ തന്നെ CS പ്രൊഫഷണൽ പ്രോഗ്രാമും ആണ് ഫൈനൽ എക്സാം. ആൻഡ് ട്രെയിനിങ് 21 മാസത്തോളമാണ് വരുന്നുണ്ടാവുക. ആൻഡ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി സെക്രട്ടറി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എത്രത്തോളം ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ കുറച്ച് കഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുക എന്നതാണ് മിസ്സിന് പറയാനായിട്ടുള്ളത്. എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 10 കോടിയിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള എല്ലാ കമ്പനീസിലും ഒരു കമ്പനി സെക്രട്ടറി അത്യാവശ്യമാണ്. നമുക്ക് ലീഗൽ അഡ്വൈസർ ആവാം, കംപ്ലയൻസ് ഓഫീസർ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് പ്ലാനർ ഒക്കെ ആവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബിഗ് കമ്പനീസും MNCസും ലോ ഫേംസ് ഒക്കെ ഇതുപോലുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തിന് ഞാൻ ഈ ഒരു CSET ചൂസ് ചെയ്യണം? ഓക്കെ, അപ്പോൾ +2 കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു +2 കഴിഞ്ഞ് നേരെ തന്നെ എനിക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം, നല്ല ലൈഫ് സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ CSET ചൂസ് ചെയ്യുക. CAനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷോർട്ടർ ഡ്യൂറേഷൻ ടൈമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫീൽഡിൽ ഇപ്പം ഹൈ ഡിമാൻഡാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സാലറി നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടൻസി ബുദ്ധിമുട്ടുള്ള, പക്ഷേ എനിക്ക് പ്രൊഫഷണൽ കോഴ്സ് തന്നെ പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ആൻഡ് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആണ് +2 സ്റ്റുഡൻസിന് നോക്കാനായിട്ടുള്ളത്? സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ബേസിക് ലോ, കറണ്ട് അഫയേഴ്സ് ഏർലി, ഇംപ്രൂവ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, പ്രാക്ടീസ് MCQs ഡെയിലി ആൻഡ് വാച്ച് ബിസിനസ് ന്യൂസ് റെഗുലർലി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പം ഫസ്റ്റിലെ തന്നെ നല്ല പ്രിപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും, ഒരു കമ്പനി സെക്രട്ടറി ആയി മാറാനായിട്ട് പറ്റും അല്ലേ. ഇനി CSഉം CAയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? CS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ CA കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. അപ്പം മെയിൻ ഫോക്കസ് ഇവിടെ കമ്പനി ലോസ്, ലീഗൽ മാറ്റേഴ്സ് ആണെങ്കിൽ ഒരു തിയറിക്കാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. CAയിലേക്ക് വരുമ്പോൾ അക്കൗണ്ടിങ്, ടാക്സ്, ഓഡിറ്റ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എൻട്രി എക്സാം CSET ആണ്. ഇവിടെ CA ഫൗണ്ടേഷൻ ആണ്. ഡിഫിക്കൽട്ടി കമ്പയർഡ് ടു CA നമ്മുടെ CS കുറച്ചുകൂടി ഈസിയാണ്. ഇവിടെ വെരി ഹൈ ആണ് അല്ലേ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഡ്യൂറേഷനും CSനെ സംബന്ധിച്ച് വളരെ കുറവാണ്, 3-4 വർഷമേ വരുന്നുള്ളൂ. ആൻഡ് ട്രെയിനിങ് വരുന്നത് 21 വർഷത്തോളമാണ്. പക്ഷേ ഇവിടെ ആർട്ടിക്കിൾഷിപ്പ് വരുന്നത് 3 വർഷത്തോളമാണ് കമ്പൽസറി ആയിട്ട്. ആൻഡ് മാത്സ് റിക്വയർമെന്റ് വളരെ കുറവാണ്. അത് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇത്തരത്തിൽ അക്കൗണ്ടിങ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്. ഇവിടെ CAന്റെ കേസിൽ അത് ഹൈ ആണ് അല്ലേ മാത്സ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് പാസിംഗ് റേറ്റ് കമ്പയർഡ് ടു CA പാസിംഗ് റേറ്റ് വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ എന്താണ് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളത്, എൻ്റെ കഴിവ് എന്താണ് അല്ലെ, എൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്, എനിക്ക് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട് എന്നതൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾ ഇപ്പോൾ തന്നെ ചൂസ് ചെയ്യുക. അധികം ടൈം വൈകിക്കരുത്. വളരെ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.